ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ദ്വാരപാലക ശില്പക്കേസിലും പ്രതി ചേർത്തു. തട്ടിപ്പിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. അതിനിടെ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ശബരിമല കട്ടിളപ്പാളി കേസിലായിരുന്നു ആദ്യം പ്രതി ചേർത്തിരുന്നത്. ദ്വാരപാലക ശില്പക്കേസിന്റെ തട്ടിപ്പിലും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ജയിലിലെത്തി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈകാതെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. റിമാൻഡ് കാലാവധി നീട്ടാൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ ഡിസംബർ 18 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും നടപ്പിലാക്കിയത് ബോർഡിന്റെ തീരുമാനമാണെന്നുമാണ് പ്രതിഭാഗം വാദം. പ്രായമായ ആളായതിനാൽ പരിഗണന വേണമെന്ന വാദത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കും. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയും തിങ്കളാഴ്ച പരിഗണിക്കും. എൻ വാസുവിന്റെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മഹസറിൽ ഒപ്പിട്ടതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. മീഡിയ 1 കൊല്ലം.